ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് സഭയിൽ വിവാഹമോചനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരുപാട് വ്യക്തികൾക്ക് ഒരു വ്യക്തത വരേണ്ട ഒരു വിഷയമാണിത്. സഭ വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ, അത് അനുവദിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ സഭയുടെ കാഴ്ചപ്പാട് വെച്ച് സഭയിൽ വിവാഹമോചനം ഇല്ല. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, വിവാഹിതരായിരുന്ന പലരും വീണ്ടും സഭയിൽ തന്നെ വിവാഹിതരാകുന്നു, കൂദാശയായിട്ട് വിവാഹം സ്വീകരിക്കുന്നു. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. യഥാർത്ഥത്തിൽ സഭ അവിടെ ചെയ്യുന്ന ഒരു കാര്യം, നടന്ന വിവാഹം അത് അസാധുവായിരുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ശരിയായ രീതിയിൽ നടന്ന ഒരു വിവാഹം, അതിന് വിവാഹമോചനം കൊടുക്കാൻ സഭയ്ക്ക് പറ്റില്ല. ചില പ്രത്യേക കാരണങ്ങളാൽ അവരുടെ വിവാഹം കൂദാശയായി നടന്നിട്ടില്ല. അതാണ് സഭ സ്ഥാപിക്കുന്നത്. അപ്പോഴാണ് അവർക്ക് വീണ്ടും സഭയിൽ തന്നെ ഒരു കൂദാശയായിട്ട് ഈ വിവാഹം സ്വീകരിക്കാൻ, മറ്റൊരു വ്യക്തിയായിട്ട് വിവാഹം നടത്തി അവർക്ക് കൂദാശയാക്കി മാറ്റി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. 1-2 വചനങ്ങൾ നമുക്കെടുക്കാം. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായം 16-ാമത്തെ വചനം പലർക്കും സുപരിചിതമാണ്. വിവാഹമോചനം കർത്താവ് വെറുക്കുന്നു. ഈ ഒരൊറ്റ വചനത്തിൻ്റെ പേരിൽ ഇന്ന് ചിലർ അവരുടെ വിവാഹമായി നടന്നിട്ടില്ലെങ്കിൽ പോലും അവർ ഇത്രയും നാൾ വിവാഹ ജീവിതം നയിച്ചതല്ലേ, അതുപോലെ തന്നെ മക്കളുണ്ടായതല്ലേ എന്ന ന്യായീകരണങ്ങൾ പറഞ്ഞ് ഞാനിനി വിവാഹമോചനത്തിനൊന്നും പോകുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളെ കണ്ടിട്ടുണ്ട്. വിവാഹമോചനം കർത്താവ് വെറുക്കുന്നു. ഇനി അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ശരിയായ രീതിയിൽ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ, ദൈവം ആ ദമ്പതിമാരെ ഒരുമിപ്പിച്ചെങ്കിൽ മാനുഷികമായ കാരണങ്ങളാൽ വിവാഹമോചനത്തിന് പോകരുത്. അതാണ് അതിൻ്റെ കാതലായ സന്ദേശം. മത്തായിയുടെ സുവിശേഷം 19:6 വചനം, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞാൽ, ദൈവമായിട്ട് ഒരു കൂദാശയായിട്ട് അവരെ വിവാഹത്തിലേക്ക് നയിച്ചെങ്കിൽ, വിവാഹത്തിൽ ഒന്നിപ്പിച്ചെങ്കിൽ, നമ്മുടെ മാനുഷികമായ ചിന്തകളോ കാരണങ്ങളോ കൊണ്ട് ആ ഒരു ഉടമ്പടി അത് ലംഘിക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ 8-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, മത്തായി 19:8 നമ്മൾ കാണുന്നുണ്ട്, ചിലർ ചോദിച്ചു, മോശ അനുവദിച്ചല്ലോ. അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, അത് അവരുടെ ഹൃദയകാഠിന്യം മൂലമാണ്. ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. വിവാഹമോചനം സഭയിൽ ഇല്ല. അതുകൊണ്ട് അവരുടെ ഹൃദയകാഠിന്യം മൂലമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് മോശ അനുവദിച്ചത്, സമ്മതിച്ചത് എന്ന് ആ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു സംഭവം ഞാൻ ഓർക്കുന്നു. വിദേശത്താണ് ഒരാൾ അവരുടെ ആദ്യം വിവാഹം കഴിച്ച വ്യക്തിയുമായിട്ട് ഡിവോഴ്സായി, സിവിൽ ഡിവോഴ്സായി. അതിനുശേഷം രണ്ടാമതൊരു വിവാഹം, അത് സഭയിൽ വെച്ച് തന്നെ നടക്കേണ്ടതിന് അതിന് ഒരുപാട് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിലൂടെ കടന്നുപോയ ആ വ്യക്തി സൂചിപ്പിച്ചൊരു കാര്യം, അച്ഛാ, ഇനി ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ഞാൻ വിചാരിച്ചത് വളരെ ലളിതമായ കാര്യമാണെന്ന്. അല്ല എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി എന്തെങ്കിലും അല്ലറ കാര്യങ്ങളൊക്കെ വന്നാലും വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്തേയില്ല. അദ്ദേഹത്തിന് കൗദാശിക ജീവിതം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇനി അതുകൊണ്ട് തന്നെ ഈ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരാളെ സിവിളി കല്യാണം കഴിച്ചാൽ പോലും കൗദാശിക ജീവിതത്തിനുള്ള ആ ഒരു അതിൻ്റെ അവകാശം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇനി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കത്തു പോലുമില്ല എന്ന്. നമുക്ക് ഈ വിവാഹബന്ധം അത് നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്, വിവാഹത്തിന് മുമ്പ് കണ്ണും കാതും നല്ലതുപോലെ തുറന്നു വെക്കുക എന്ന് പറഞ്ഞാൽ, ഓടി പിടിപെടുത്ത് എന്തെങ്കിലും കാരണത്താൽ, മാനുഷികമായ കാരണത്താൽ ഒരു വിവാഹ ബന്ധത്തിലേക്ക് റഷ് ചെയ്യരുത്. ഓടിയെടുക്കല്ല ചെയ്യേണ്ടത്. നന്നായിട്ട് പ്രാർത്ഥിച്ച് ആലോചിച്ച് ഒരുങ്ങി അന്വേഷിച്ച് അങ്ങനെയാണ് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് വരേണ്ടത്. പ്രേമത്തിൽ ചാടിയവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സ്വീകാര്യമായെന്ന് വരത്തില്ല, മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്ന് വരത്തില്ല. അതിൻ്റെ 2-ാം ഭാഗമാണ്, കല്യാണം കഴിഞ്ഞാൽ കണ്ണും കാതും പകുതി അടച്ചു വെക്കുക. ബിഫോർ യു ഗെറ്റ് മാരീഡ്, keep your eyes and your ears wide open. Once you get married, keep them half closed. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറേയൊക്കെ വിവാഹം കഴിച്ചവർ, ദമ്പതിമാർ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കാൻ തയ്യാറാകുമ്പോഴാണ്
ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നത്. ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, 2 സ്കൂളുകാരെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്നാണ് ഒരു സ്കൂൾ, അതറിയപ്പെട്ടിരുന്നത് ഹിലേൽ സ്കൂൾ. രണ്ടാമത്തേതാണ് ഷമായി സ്കൂൾ. ഹിലേൽ സ്കൂളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഏത് നിസ്സാര കാര്യത്തിനും വിവാഹമോചനം വേണമെങ്കിൽ അതെടുക്കാം, അത് വേണമെങ്കിൽ അത് സ്വീകരിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി ഉപ്പ് കൂടിപ്പോയി, അതല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടമായ കാര്യം ചെയ്തു, അതിൻ്റെ പേരിൽ ഡിവോഴ്സ് ചെയ്യുക. പക്ഷേ ഷമായി ഗ്രൂപ്പ് അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് അവിശ്വസ്തതയുടെ പേരിലല്ലാതെ മറ്റൊന്നിൻ്റെയും പേരിൽ വിവാഹമോചനം അത് തേടാൻ പാടില്ല. അങ്ങനെയാണ് 2 വ്യത്യസ്ത സ്കൂളുകാർ പഠിപ്പിച്ചിരുന്നത്. അവരുടെ കാഴ്ചപ്പാട് അപ്രകാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. സഭ ഇന്ന് വിവാഹമോചനം എന്ന രീതിയിൽ അനുവാദം കൊടുത്ത് വീണ്ടും അവർക്ക് സഭയിൽ വിവാഹിതരാകാൻ പറ്റുന്നുണ്ടെങ്കിൽ സഭ സ്ഥാപിക്കുന്ന ഒരു കാര്യം, അതിന് തക്കതായ കാരണങ്ങൾ ഉള്ളത് കൊണ്ട് അവരുടെ വിവാഹം നടന്നിട്ടില്ല. പറയേണ്ടിയിരുന്ന പലതും മൂടി വെച്ചോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിനുള്ള കഴിവോ അതേക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയുകയോ ചെയ്യാതെ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഒരു വിവാഹത്തിലേക്ക് പോയതാണെങ്കിൽ അവിടെ വിവാഹം നടന്നിട്ടില്ല. അതാണ് സഭ സ്ഥാപിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാഴ്ചപ്പാട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പ്രാർത്ഥിക്കാം. വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അകാരണമായിട്ട് അതിലേക്കൊക്കെ പോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളുണ്ട്. അവരുടെയൊക്കെ മാനസാന്തരത്തിന് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.